നമസ്തേ ഗായ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് ഡ്രാമകളാണ് കേട്ടോ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ നമ്മുടെ വീഡിയോയിലിട്ട് പോവല്ലേ? ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡിഫറെന്റ് ആയിട്ടുള്ള ജോണറുകൾ പെടുന്ന ഡ്രാമാസ് ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് സ്പോർട്സ് ആണ് കേട്ടോ. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രാമാസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ സ്പോർട്സ് ഡ്രാമകളിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രാമാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡ്രാമയാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെയറി കിംബോഞ്ചു. 2014 റിലീസായിട്ടുള്ള ഒരു റൊമാൻറ്റിക് സ്പോർട്സ് ഡ്രാമയാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെയറി കിംബോഞ്ചു. ഇതിൽ കിംബോഞ്ചു ആണ് കേട്ടോ മെയിൻ ലീഡ്. കിംബോഞ്ചു ഒരു വെയ്റ്റ് ലിഫ്റ്റർ ആണ്. അവളുടെ സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഇതിൽ കിംബോഞ്ചു ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ലീ സങ് ക്യൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ്. ഇതിൽ നായകനായിട്ട് അഭിനയിച്ചേക്കുന്നത് നമ്മുടെ നാം ജു ഹ്യൂക്ക് എന്ന് പറയുന്ന ആക്ടർ ആണ് കേട്ടോ. അദ്ദേഹം ഇതിലൊരു ടാലന്റഡ് ആയിട്ടുള്ള സ്വിമ്മറിന്റെ ക്യാരക്ടർ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഇവർ തമ്മിലുള്ള റൊമാൻസ് ആണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. കൂടാതെ ഈ ആക്ടർ കാരണമാണ് അവളുടെ ആ ഒരു ഡ്രീം തന്നെ ഇതിൽ അച്ചീവ് ആവുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇതിൽ 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഞാൻ സ്റ്റോറി ഒന്നും സ്പോയിലർ ആക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് മെയിൻ ഡീറ്റെയിൽസ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളേ. സെക്കൻഡ് ഡ്രാമയാണ് ഫൈറ്റ് ഫോർ മൈ വേ. ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഡ്രാമയാണ് കേട്ടോ. ഇത് ആരുടേന്നറിയോ? പാക് സിയോജന്റെ ഡ്രാമയാണ് ഫൈറ്റ് ഫോർ മൈ വേ. 2017 റിലീസായിട്ടുള്ള ഡ്രാമയാണ്. ഇത് നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള മോട്ടിവേഷണൽ ഡ്രാമയാണ്. ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിക്കുന്ന പാക് സിയോജു കിം ഡോ മാൻ എന്ന് പറയുന്ന ഒരു ബോക്സർ എന്ന ക്യാരക്ടർ ആയിട്ടാണ് അഭിനയിക്കുന്നത് കേട്ടോ. ഇതിൽ മെയിൽ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാക് സിയോജും കിം ജുവോൺ എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞു പാക് സിയോജു ഒരു ബോക്സർ ആയിട്ടാണ് അഭിനയിക്കുന്നത്, എന്നാൽ കിം ജുവോൺ ഇതിലൊരു റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് അഭിനയിക്കുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ഇതിൽ കഥ എന്താന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുടെ ഒരു ജീവിതത്തിലെ സ്ട്രഗിൾസിനെ നേരിട്ടിട്ട് ഇവരുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്ന സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ഡ്രാമയായിട്ട് തോന്നും. അതേപോലെ തന്നെ സിമ്പിളും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിമ്പിൾ റൊമാൻറ്റിക് ആയിട്ട് ഡ്രാമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഡ്രാമ എന്തായാലും ഇഷ്ടാവും കേട്ടോ. പിന്നെ ഇതില് മെയിൻ ലീഡ്സിന്റെ സ്റ്റോറിയും സൈഡിലൂടെ പോകുന്നുണ്ട്. മൊത്തം 16 എപ്പിസോഡ്സ് ആണ്. ഒട്ടും നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ല കേട്ടോ. മൂന്നാമത്തെ ഡ്രാമയാണ് 2521. ഈ ഡ്രാമയെ പറ്റിയിട്ട് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 2022 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ്. സ്പോർട്സ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ആഡ് ആക്കാൻ കാരണം. പിന്നെ അതുമല്ല, ഇതിന്റെ സ്റ്റോറി ലൈനൊക്കെ സൂപ്പർബാണ്. ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് നാം ജു ഹ്യൂൻ എന്ന് പറയുന്ന ആക്ടറും കിം ടേരി എന്ന് പറയുന്ന ആക്ട്രസ് ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ റിലേഷൻഷിപ്പിനുപരി ഇവരുടെ കരിയറും ഇവരുടെ ആ ഒരു ഡ്രീംസും ആണ് ഏറ്റവും വാല്യൂ ഉള്ളത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സ്റ്റോറിയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഡ്രാമ എന്തായാലും ഇഷ്ടാവും. ഇനി നാലാമത്തെ ഡ്രാമയാണ് 2022 റിലീസ് ആയിട്ടുള്ള ലവ് ഓൾ പ്ലേ. ഇതിൽ ഈ ഡ്രാമയിലെ മെയിൻ സ്പോർട്സ് എന്ന് പറയുന്നത് ബാഡ്മിന്റൺ ആണ് കേട്ടോ. അപ്പൊ ഒരു ബാഡ്മിന്റൺ കപ്പിൾസിന്റെ സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഇതിൽ നമ്മുടെ നായകന്റെ ഫാമിലിക്ക് സ്വന്തമായിട്ട് ഒരു ബാഡ്മിന്റൺ അക്കാഡമി തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു ബാഡ്മിന്റൺ എന്ന് പറയുന്ന സ്പോർട്സ് ചൂസ് ചെയ്യാനുള്ള കാരണം. നമ്മുടെ നടിയാണെങ്കിൽ ഒരു ഫോർമർ ആയിട്ടുള്ള ആസ്പയറിംഗ് ബാഡ്മിന്റൺ ഒളിമ്പ്യനുമാണ്. അപ്പൊ ഇവര് തമ്മിൽ കണ്ടുമുട്ടുന്നതും ഇവര് തമ്മിൽ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മുടെ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ടേ ജങ് ഹ്യോക്ക് എന്ന് പറയുന്ന ഒരു ആക്ടറും പാക് ജു ഹ്യൂൻ എന്ന് പറയുന്ന ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇതിൽ മൊത്തമായിട്ട് 16 എപ്പിസോഡ്സും ആണ്. ഈ ഡ്രാമ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് ചീർ അപ്പ്. 2015 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ് ചീർ അപ്പ് അഥവാ സാസി ഗോഗോ. ഇത് മെയിൻ ആയിട്ട് ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ്, സ്കൂൾ ഡ്രാമയാണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്കൂളും സ്പോർട്സും പാടെ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രാമയാണ്. നമ്മുടെ മെയിൻ നടി ഉണ്ടല്ലോ ഒരു ചീർ ലീഡിങ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ മാറ്റിയെടുക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. പഠനം മാത്രം പോരാ, കുട്ടികൾക്ക് ആർട്സ് പരമായിട്ടുള്ള സ്കിൽസും വളർത്തിയെടുക്കണം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ ഡ്രാമയിലൂടെ നമുക്ക് നൽകുന്നത് കേട്ടോ. ജങ് യോജി ആൻഡ് ലീ വങ് ക്യൂൺ എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ലീഡ് ആയിട്ട് ജീസു എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ലവ് ട്രയാങ്കിൾ ഒക്കെ സൈഡിലൂടെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ലവ് ട്രയാങ്കിളും സ്കൂൾ ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഡ്രാമ മറക്കരുത് കേട്ടോ കാണാനായിട്ട്.
സോ ഈ 5 സ്പോർട്സ് ഡ്രാമാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള ഡ്രാമയിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഇവിടെ കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.